ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം അധ്യായം 13 അതിൻ്റെ 15 തിരുവചനം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 13 അധ്യായം 15 തിരുവചനത്തിൽ കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടന്നുപോയപ്പോൾ ഇയ്യോബ് എന്ന ഭക്തൻ പ്രസ്താവിച്ച വിശ്വാസ പ്രഖ്യാപനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ശോധനകൾ വന്നിട്ടും ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞെങ്കിൽ ആ മനുഷ്യൻ ദൈവഭക്തിയിൽ, ദൈവവിശ്വാസത്തിൽ എത്ര ബലവാനെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇയ്യോബ് എന്ന മനുഷ്യൻ 10 മക്കളോടൊപ്പം സന്തോഷത്തോടെ, സമാധാനത്തോടെ, നിർഭയവാസം, അനുഗ്രഹീതനായി, അഥവാ ആത്മീയമായും ഭൗതികമായും സമ്പന്നനായി ജീവിച്ച ഒരു മനുഷ്യൻ. എന്നാൽ പിശാച് ചില മണിക്കൂറുകൾ കൊണ്ട് അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു. അവൻ്റെ ഭാര്യ ഒഴികെ അവൻ്റെ മക്കളും ദാസീദാസന്മാരും സമ്പത്തും സ്നേഹിതരും സർവവും ചില മണിക്കൂറുകൾക്കകം നഷ്ടപ്പെടുന്നു. എല്ലാം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ഒന്നുമില്ലാത്തവനായിത്തീരുന്നു. ആ സമയം ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി കടന്നു വന്നു. അങ്ങനെ തന്നെ കടന്നു പോവുകയും ചെയ്യും. ദൈവം നൽകി, ദൈവം തിരിച്ച് എല്ലാം എടുത്തു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നീതിമാനും നേരുള്ളവനും നിഷ്കളങ്കനുമായ ഇയ്യോബ് പരീക്ഷയിലകപ്പെടുകയാണ്. വെറും പരീക്ഷയല്ല, അഗ്നി പരീക്ഷയിൽ. ആ സമയം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ 3 സ്നേഹിതർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരികയാണ്. ഇയ്യോബിൻ്റെ ഉള്ളിലുള്ള നന്മയും തിന്മയും ഒക്കെ ആരായുവാൻ അവർ പരിശ്രമിക്കുകയാണ്. ഈ ചോദ്യശരങ്ങളുടെ മധ്യയാണ് ഇയ്യോബ് 13 അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഈ ശോധനകളെല്ലാം അനുഭവിക്കുന്നുവെങ്കിലും ഞാൻ ഒരു പടി കൂടെ മുന്നോട്ട് കയറി പറയട്ടെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എത്ര വലിയ വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഇയ്യോബ്! എത്ര വലിയ പ്രത്യാശയുടെ ഉടമയാണ് ഇയ്യോബ്! നമുക്കാർക്കും പറയാൻ കഴിയാത്ത വിശ്വാസത്തിൻ്റെ ഉടമ. ഒരു ദിവസം 10 ശവപ്പെട്ടികളാണ് അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിരന്നത്.
അഥവാ 10 മക്കൾ ഒരുമിച്ച് മരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ആ ശോധനയുടെ മധ്യത്തിലും പറയുന്നു, ഇല്ല, ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ നശിക്കുകയില്ല. ഒരുപക്ഷെ അവൻ എന്നെ നശിപ്പിച്ചാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇതാണ് വിശ്വാസം, ഇതാണ് പ്രത്യാശ, ഇതാണ് ദൈവസ്നേഹം. ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല.